ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് സോഷ്യലിൻ്റെ ക്ലാസ് ആയിരുന്നു വിക്ടേഴ്സിൽ ഉണ്ടായിരുന്നത്. കുറച്ച് വൈകി അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ സോഷ്യലിൻ്റെ ക്ലാസ്സിലോട്ട് പോകാം. കുറച്ച് വർക്ക്ഷീറ്റും അതുപോലെ തന്നെ നമുക്ക് കുറേ കാര്യങ്ങളായിരുന്നു ഇന്ന് ടീച്ചർ ക്ലാസ് പറഞ്ഞു തന്നിരുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സിലോട്ട് പോവാം. നമ്മൾ നമ്മുടെ 2 പാഠങ്ങളും സോഷ്യലിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് നമ്മുടെ 3ാമത്തെ ചാപ്റ്ററായ റെസിസ്റ്റൻസ് ആൻഡ് ദ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, ചെറുത്തുനിൽപ്പുകളും 1ാം സ്വാതന്ത്ര്യ സമരവും എന്നുള്ള പാഠമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ പാഠഭാഗം നോക്കാം. ആദ്യം നമുക്ക് ഒരു കഥ പറഞ്ഞ് നമ്മുടെ ക്ലാസ് തുടങ്ങാം. നമ്മൾ പറയാൻ പോകുന്ന കഥയുടെ പേരാണ് നഗോഡകളുടെ പെരുവിരൽ, തമ്പ് ഓഫ് ദ നഗോഡാസ്. ഓക്കെ, അപ്പോൾ നമുക്ക് കഥയൊന്ന് കേട്ടാലോ. ബംഗാളിലെ പട്ടുനൂൽ കൃഷിക്കാരായിരുന്നു നഗോഡകൾ. അവരുണ്ടാക്കുന്ന പട്ടുനൂൽ തേടി വിവിധ നാടുകളിൽ നിന്ന് നെയ്ത്തുകാരെത്തിയിരുന്നു. ബംഗാളിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം സ്ഥാപിച്ചതോടെ കമ്പനി ഉദ്യോഗസ്ഥന്മാർ നഗോഡകളെ ചൂഷണം ചെയ്യാൻ തുടങ്ങി. കുറഞ്ഞ വേതനത്തിന് അവരെ കൊണ്ട് നെയ്ത്തുജോലി ചെയ്യിപ്പിച്ചു. ഉപജീവനത്തിന് മറ്റു മാർഗങ്ങൾ തേടാൻ സാധിക്കാത്ത വിധത്തിൽ കമ്പനിയുടെ തൊഴിലാളികളാക്കി അവരെ മാറ്റി. അടിമകൾക്ക് തുല്യമായ ജീവിതം കമ്പനി ഉദ്യോഗസ്ഥരുടെ തീരുമാനം അംഗീകരിക്കാത്തവരെ ക്രൂരമായി മർദ്ദിച്ചു. വസ്തുവകകൾ പിടിച്ചെടുത്തു. ജീവിതം വഴിമുട്ടിയ നഗോഡകൾ കുലത്തൊഴിൽ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. അതിനവർ കണ്ടെത്തിയ മാർഗം സ്വന്തം പെരുവിരൽ മുറിച്ചു മാറ്റുക എന്നതായിരുന്നു. നമ്മളിപ്പോൾ പറഞ്ഞത് നഗോഡകളെ പറ്റിയിട്ടാണ് അല്ലേ? നഗോഡകൾ എന്ന് പറയുന്നത് ആരാ? ബംഗാളിലെ പട്ടുനൂൽ കൃഷിക്കാരായിരുന്നു അല്ലേ? ഇവരുടെ പട്ടുനൂൽ തേടിയിട്ട് കുറേ വിവിധ നാടുകളിൽ നിന്ന് നെയ്ത്തുകാരെത്തിയിരുന്നു അല്ലേ? ബംഗാളിലെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആ ഭരണം ഒന്ന് വന്നതോടുകൂടി ഇവരുടെ ജീവിതം വഴിമുട്ടി. കാരണം എന്താണ്? അവരിങ്ങനെ ചൂഷണം ചെയ്യാൻ തുടങ്ങി. പിന്നെ കുറഞ്ഞ വേതനത്തിന് അടിമയെ പോലെ പണിയെടുപ്പിച്ചു. പിന്നെ അതുപോലെ തന്നെ ഉപജീവനത്തിന് മറ്റു മാർഗങ്ങൾ തേടാൻ സാധിക്കാത്ത വിധത്തിൽ കമ്പനിയുടെ തൊഴിലാളികളാക്കി അവരെ മാറ്റി. പിന്നെന്താണ്? അതെ, അങ്ങനെ ക്രൂരമായി അവരെ മർദ്ദിച്ചുകൊണ്ടിരുന്നു അല്ലേ? വസ്തുവകകൾ പിടിച്ചെടുത്തു. ജീവിതം വഴിമുട്ടിയ നഗോഡകൾ പിന്നെ എന്താ ചെയ്തത്? അതെ, അവരുടെ കുലത്തൊഴിൽ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. അതിനവർ കണ്ടെത്തിയ മാർഗം സ്വന്തം പെരുവിരൽ അല്ലെങ്കിൽ തള്ളവിരൽ മുറിച്ചു മാറ്റുക എന്നതായിരുന്നു. ഓക്കെ, അത് നമുക്ക് ഒന്നുകൂടെ നോക്കാം. തമ്പ് ഓഫ് ദ നഗോഡാസ്. നഗോഡാസ് were the sericulturists of Bengal. Weavers from various countries came to buy the silk they produced. When Bengal came under the rule of the English East India Company, the officials began to exploit the Nagodas. They were compelled to do weaving for meager wages. They were made bonded laborers of the company, denying opportunity to seek any other means of livelihood. They were forced to live like slaves under the company. The workers who were not willing to obey were tortured. Their properties were seized. They collectively decided to give up their traditional occupation, for it did not help them earn a living. Hence, they decided to cut off their thumbs as a protest against the policies of the East India Company. മനസ്സിലായല്ലോ നിങ്ങൾക്ക് കഥ? ഓക്കെ, ഇനി നമുക്കൊരു വർക്ക്ഷീറ്റ് ഉണ്ട്. അതെന്ന് പറയുന്നത് നഗോഡകളെ പറ്റിയിട്ട് ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് കേട്ടോ. അപ്പോൾ അതിന് മുമ്പായിട്ട് അവരെ പറ്റിയിട്ടുള്ള കുറച്ച് സൂചനകൾ നോക്കാം. എന്നിട്ട് നമ്മൾക്ക് കുറിപ്പ് തയ്യാറാക്കാം. നഗോഡകൾ ആരായിരുന്നു? അതെ, ബംഗാളിലെ പട്ടുനൂൽ കൃഷിക്കാരായിരുന്നു നഗോഡകൾ. ആരാണ് ഇവരെ ചൂഷണം ചെയ്തത്? അതെ, ബ്രിട്ടീഷുകാരാണ് ഇവരെ ചൂഷണം ചെയ്തത്. ഇവരുടെ ജീവിതം ദുരിതപൂർണമായതെങ്ങനെ? അതെ, കുറഞ്ഞ വേതനത്തിൽ ജോലി ചെയ്യാൻ നിർബന്ധിതരായി. പിന്നെയോ അടിമകൾക്ക് തുല്യമായ ജീവിതം നയിക്കേണ്ടി വന്നു. പിന്നെ ക്രൂരമായ മർദ്ദനവും ഏൽക്കേണ്ടി വന്നു അല്ലേ? പിന്നെ നമ്മൾ പറഞ്ഞിരുന്നു പെരുവിരൽ മുറിച്ചു മാറ്റുക എന്ന തീരുമാനത്തിൽ അവരെത്തിയിരുന്നു അല്ലേ? അതിൻ്റെ കാരണം എന്താണ്? അവരെ പ്രേരിപ്പിച്ച ഘടകം എന്തായിരുന്നു? പെരുവിരൽ മുറിച്ചു മാറ്റുക എന്ന തീരുമാനത്തിലെത്താൻ. അതെ, ജീവിതമാർഗം ഇല്ലാതായി. വസ്തുവകകൾ പിടിച്ചെടുത്തു. ജീവിതം വഴിമുട്ടിയ ഇവർ കുലത്തൊഴിൽ ഉപേക്ഷിക്കുവാൻ തീരുമാനിച്ചു.
പെരുവിരൽ മുറിച്ച് പ്രതിഷേധവും അറിയിച്ചു. ഇവിടെ നോക്കിയാലോ, ഹൂ were നഗോഡാസ്? യെസ്, നഗോഡാസ് were the sericulturists of Bengal. Who exploited nagodas? Yes, the British exploited the nagodas. How did their lives become miserable? Yes, forced to work for meager wages, forced to live like slaves, wretched torture. What factors compelled them to make the decision to cut off their thumbs? The way of life is gone. Properties were seized. They lost their lives and decided to give up their traditional occupation. Protest by cutting off their thumbs. അപ്പം ഇങ്ങനെയൊക്കെ ആണല്ലേ. അപ്പം ഈ സൂചകങ്ങൾ വെച്ചിട്ട് നമ്മൾ നഗോഡകളെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക. റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ നഗോഡാസ്. അപ്പം ഞാൻ തയ്യാറാക്കിയ ഒരു കുറിപ്പൊന്ന് നമുക്ക് നോക്കാം. നഗോഡകൾ. ബംഗാളിൽ പട്ടുനൂൽ കൃഷിക്കാരായിരുന്നു നഗോഡകൾ. ബ്രിട്ടീഷുകാരുടെ ആധിപത്യം നഗോഡകളുടെ ജീവിതം ദുരിതപൂർണമാക്കി. ബ്രിട്ടീഷുകാർ പല രീതിയിൽ ഇവരെ ചൂഷണം ചെയ്തു. കുറഞ്ഞ വേതനത്തിൽ അടിമകളെ പോലെ ജോലി ചെയ്യാൻ അവർ നിർബന്ധിതരായി. ജോലി ചെയ്യാത്തവരെ ബ്രിട്ടീഷുകാർ ക്രൂരമായി ആക്രമിച്ചു. പിന്നെയോ ജീവിതം മാർഗം ഇല്ലാതായി. വസ്തുവകകളെല്ലാം ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തു. ജീവിതം വഴിമുട്ടിയ അവസ്ഥയിലായപ്പോൾ ഇവരുടെ കുലത്തൊഴിൽ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. അതിനുവേണ്ടി അവർ സ്വന്തം പെരുവിരൽ മുറിച്ച് പ്രതിഷേധം രേഖപ്പെടുത്തി. അതായത് ദ നഗോഡാസ്. നഗോഡാസ് were the sericulturists of Bengal, but the ruling of British people made their life miserable. British exploited the nagodas. British forced nagodas to work for meager wages like slaves. The workers who were not willing to obey were tortured. The way of life is gone. Nagodas' properties were seized by British. They lost their lives and decided to give up their traditional occupation, and they protest by cutting off their thumbs. അപ്പം ഇങ്ങനെയാണ് കുറിപ്പ് തയ്യാറാക്കേണ്ടത് കേട്ടോ. ഈ നഗോഡകളെ മാത്രമല്ല അവർ ചൂഷണം ചെയ്തത്, പിന്നെ ആരെയൊക്കെയാണ് ചൂഷണം ചെയ്തത്? അതെ, ബോർഡിൽ കാണാം, നോക്കൂ. കർഷകർ, നെയ്ത്തുകാർ, കൈത്തൊഴിലുകാർ, ഗോത്രവർഗ്ഗക്കാർ, അതായത് ഫാർമേഴ്സ്, വീവേഴ്സ്, ക്രാഫ്റ്റ്സ്മെൻ, ട്രൈബൽസ്, ഇവരൊക്കെ ആരെ ചൂഷണം ചെയ്ത്? അതെ, ബ്രിട്ടീഷ് കമ്പനിക്കാരെ ചൂഷണം ചെയ്തു. നമുക്കൊരു വർക്ക്ഷീറ്റ് ഉണ്ട്. ഒരു പദസൂര്യനാണ്. കമ്പനിയുടെ ചൂഷണത്തിന് വിധേയരായവർ എന്ന് പറഞ്ഞിട്ട് 4 ഭാഗത്തോട്ടും വര പോകുന്നുണ്ട് അല്ലേ. അവിടെ നമ്മൾ എഴുതണം ആരൊക്കെയാണെന്ന്. ഇവിടെ സൈഡിൽ വലതുവശത്ത് കൊടുത്തിട്ടുണ്ട് ആരൊക്കെയാണെന്ന്. അത് നമ്മൾ എഴുതിയേ വേണ്ടുള്ളൂ. ആരൊക്കെയാണ്? അതെ, കർഷകർ, നെയ്ത്തുകാർ, കൈത്തൊഴിലുകാർ, ഗോത്രവർഗ്ഗക്കാർ. അപ്പോൾ ഇതൊന്ന് എഴുതി നോക്കാം. കമ്പനിയുടെ ചൂഷണത്തിന് വിധേയരായവർ: കർഷകർ, കൈത്തൊഴിലുകാർ, നെയ്ത്തുകാർ, ഗോത്രവർഗ്ഗക്കാർ. ഇതാണ് ചെയ്യേണ്ടത്. അതെ, വിക്ടിംസ് ഓഫ് കമ്പനീസ് എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ വട്ടത്തിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ചുറ്റും നമ്മൾ എന്ത് ചെയ്യണം? ആരൊക്കെയാണ് ചൂഷണം ചെയ്തതെന്ന് എഴുതണം. ആരൊക്കെയാണ്? ഇവിടെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്, വലതുവശത്ത് കൊടുത്തിട്ടുണ്ട് ആരൊക്കെയാ? ഫാമേഴ്സ്, വീവേഴ്സ്, ക്രാഫ്റ്റ്സ്മെൻ, പിന്നെ ട്രൈബൽസ്. ഇത് അവിടെ എടുത്ത് എഴുതിയേ വേണ്ടുള്ളൂ. വിക്ടിംസ് ഓഫ് കമ്പനീസ് എക്സ്പ്ലോയിറ്റേഷൻ: ഫാർമേഴ്സ്, ക്രാഫ്റ്റ്സ്മെൻ, വീവേഴ്സ്, ട്രൈബൽസ്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇത് എഴുതേണ്ടത് കേട്ടോ. ഇനി ഇപ്പം 4 വിഭാഗത്തെ നമ്മൾ പറഞ്ഞില്ലേ, അവരൊക്കെ ബ്രിട്ടീഷുകാർ ചൂഷണം ചെയ്തു എന്ന് പറഞ്ഞു. എങ്ങനെയൊക്കെയായി ചൂഷണം ചെയ്തത്? അത് നമുക്ക് നോക്കാം. ബോർഡിലുണ്ട്. കർഷകർക്ക് മേൽ അമിതമായ നികുതി ഭാരം അടിച്ചേൽപ്പിച്ചു. എന്താണ്? ലെവിഡ് ഹെവി ടാക്സസ് ഓൺ ഫാമേഴ്സ്. കർഷകർക്ക് മേൽ അമിതമായ നികുതി ഭാരം അടിച്ചേൽപ്പിച്ചു. പിന്നെയോ വരൾച്ചയോ വെള്ളപ്പൊക്കമോ മൂലം കൃഷി നശിച്ചാലും നികുതി ഇളവുകൾ നൽകിയിരുന്നില്ല. No tax concessions were sanctioned even when drought and flood destroyed the agriculture. വരൾച്ചയോ വെള്ളപ്പൊക്കമോ ഒക്കെ വന്നു കഴിഞ്ഞാൽ, കൃഷി നശിച്ചു കഴിഞ്ഞാൽ നികുതി ഇളവുകൾ ഒരിക്കലും ലഭിക്കില്ലായിരുന്നു. അതായത് നികുതി എന്നാലും കൊടുക്കണം എന്ന്. നികുതി പിരിച്ചെടുക്കാൻ ഇടനിലക്കാരെ അഥവാ ജമീന്ദാർമാരെ ചുമതലപ്പെടുത്തി.
middlemen were assigned to the duty of collecting tax. ആരാണ് മിഡിൽമാൻ? അതെ, ജമീന്ദാർസ് അഥവാ ജമീന്ദാർമാരാണ്. ഇനി നികുതി പണമായി തന്നെ നൽകണമെന്ന വ്യവസ്ഥ കൊണ്ടുവന്നു. അതായത് ഇമ്പോസ്ഡ് ദ കണ്ടീഷൻ ദാറ്റ് ദ ടാക്സ് വാസ് ടു ബി പെയ്ഡ് ഇൻ ദ ഫോം ഓഫ് ക്യാഷ്. പിന്നെയോ പണത്തിനായി കർഷകർ പണം പലിശയ്ക്ക് കൊടുക്കുന്നവരെ അഥവാ സാഹുക്കാരെ ആശ്രയിക്കേണ്ടി വന്നു. The farmers had to depend on sahus, the private money lenders, for loans at a high rate of interest. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളിൽ ഇവർ ബ്രിട്ടീഷുകാർ ചൂഷണം ചെയ്തു. ആരെ? കർഷകരെയും കൈത്തൊഴിലാളിക്കാരെയും പിന്നെ അതുപോലെ തന്നെ ഗോത്രവർഗ്ഗക്കാർ, നെയ്ത്തുകാരൊക്കെ അല്ലേ. അപ്പോൾ ഇനി നോക്കൂ, ഇങ്ങോട്ട് നോക്കൂ. ബംഗാളിലെ മണ്ണ് പരുത്തി, ചണം, നീലം എന്നിവ കൃഷി ചെയ്യാൻ ഏറ്റവും അനുയോജ്യമാണെന്ന് കമ്പനി കണ്ടെത്തി. അതായത് ദ കമ്പനി ഐഡൻറ്റിഫൈഡ് ദാറ്റ് ദ ഫെർട്ടൈൽ ഫീൽഡ്സ് ഓഫ് ബംഗാൾ വർ മച്ച് ഫേവറബിൾ ഫോർ ഗ്രോയിങ് ദ കൊമേഴ്ഷ്യൽ ക്രോപ്സ് ലൈക്ക് കോട്ടൺ, ജ്യൂട്ട് ആൻഡ് ഇൻഡിഗോ. ചണവും നീലവും ഇംഗ്ലണ്ടിലെ വ്യവസായശാലകൾക്കാവശ്യമായ പ്രധാന അസംസ്കൃത വസ്തുക്കളായിരുന്നു. അതായത് ദിസ് വർ ദ മേജർ റോ മെറ്റീരിയൽസ് ഫോർ ദ ഇൻഡസ്ട്രീസ് ഇൻ ഇംഗ്ലണ്ട്. പിന്നെയോ അതെ, അതുകൊണ്ട് പരുത്തിയുടെയും ചണത്തിൻ്റെയും കൃഷി വ്യാപിപ്പിക്കാൻ അവർ തീരുമാനിച്ചു. ആരെ തീരുമാനിച്ച? ബ്രിട്ടീഷുകാർ. Consequently, they decided to expand its cultivation and forced the farmers to do so. ഇതിനായി കർഷകരെ നിർബന്ധിച്ചു. പരമ്പരാഗതമായി ഭക്ഷ്യവിളകൾ മാത്രം ഉൽപ്പാദിപ്പിച്ചിരുന്ന കൃഷിയിടങ്ങൾ പരുത്തിയുടെയും ചണത്തിൻ്റെയും നീലത്തിൻ്റെയും തോട്ടങ്ങളായി മാറി. എന്താണ്? അതെ, the fields that were used only for the cultivation of food crops changed into the plantations of cotton, jute and indigo. കർഷകർക്ക് കൃഷിയിടങ്ങൾ നഷ്ടപ്പെടുകയും അവർ തൊഴിലാളികളായി മാറുകയും ചെയ്തു. എന്താണ്? അതെ, ആസ് എ റിസൾട്ട് ഫാമേഴ്സ് ബിക്കെയിം ലാൻഡ്ലെസ് ആൻഡ് വർ ഫോഴ്സ്ഡ് ടു ബിക്കം ലേബറേഴ്സ്. ഓക്കെ, അപ്പോൾ ഇത്രയും രീതിയിൽ ബ്രിട്ടീഷുകാർ നമ്മുടെ കർഷകരെ ചൂഷണം ചെയ്തു. എന്തൊക്കെ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബ്രിട്ടീഷുകാർ ഇവരെ നിർബന്ധിച്ചത്? അതെ, പരുത്തി അഥവാ കോട്ടൺ, ജ്യൂട്ട് അഥവാ ചണം, ഇൻഡിഗോ അഥവാ നീലം, ഇവയൊക്കെ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബ്രിട്ടീഷുകാർ നമ്മുടെ കർഷകരെ നിർബന്ധിതരാക്കിയത്. ഇനി നമുക്കൊരു വർക്ക്ഷീറ്റ് കൂടെ ഉണ്ട്. ബംഗാളിലെ ഭരണം കമ്പനിയുടെ അധീനതയിലായതോടെ കർഷകർ അനുഭവിച്ച ദുരിതങ്ങൾ എന്തെല്ലാം? കുറിപ്പ് തയ്യാറാക്കുക. Write a short note on the hardships faced by the farmers in Bengal under the company rule. അപ്പോൾ ഇങ്ങനെ ബംഗാളിൽ നമ്മുടെ കമ്പനിയുടെ ഭരണം വന്നപ്പോൾ എന്തൊക്കെയാണ് കർഷകർ അനുഭവിച്ച ദുരിതങ്ങളെന്ന് പറ്റിയിട്ടാണ് നമ്മൾ കുറിപ്പ് തയ്യാറാക്കേണ്ടത്. ഞാൻ തയ്യാറാക്കിയ കുറിപ്പൊന്ന് നോക്കാം. ബംഗാളിൽ കമ്പനിയുടെ അധീനതയിലുള്ള ഭരണം വന്നതോടെ കർഷകർ വലിയ നികുതി കമ്പനിക്ക് നൽകേണ്ടി വന്നു. നികുതി പിരിക്കാൻ വേണ്ടി കമ്പനി ഇടനിലക്കാരെ അഥവാ ജമീന്ദാർമാരെ ചുമതലപ്പെടുത്തി. വരൾച്ചയോ വെള്ളപ്പൊക്കമോ വന്ന കൃഷി നശിച്ചാലും നികുതിയിൽ ഇളവുണ്ടായിരുന്നില്ല. കൂടാതെ നികുതി പണം ആയി തന്നെ നൽകണമെന്ന വ്യവസ്ഥ കമ്പനി കൊണ്ടുവന്നു. നികുതി നൽകാനുള്ള പണത്തിനായി കർഷകർ പണം പലിശയ്ക്ക് നൽകുന്നവരെ അഥവാ സാഹുക്കാരെ ആശ്രയിക്കേണ്ടി വന്നു. കൂടാതെ പരുത്തിയും നീലവും ചണവും എല്ലാം കൃഷി ചെയ്യാൻ വേണ്ടി കമ്പനി കർഷകരെ നിർബന്ധിച്ചു. താങ്കളുടെ പരമ്പരാഗത കൃഷി ചെയ്യാൻ സാധിക്കാതെ കർഷകർ വെറും തൊഴിലാളികളായി മാറി. വർക്ക്ഷീറ്റ്. When East India Company began to rule in Bengal, farmers were forced to pay high tax to East India Company. To collect tax, East India Company assigned middlemen അഥവാ ജമീന്ദാർസ്. No tax concessions were sanctioned even when drought and floods destroyed the agriculture. The farmers had to depend on sahus, the private money lenders, for loans at a high rate of interest. East India Company forced the farmers to cultivate cotton, jute, indigo. As a result, farmers became landless and were forced to become
ലേബറേഴ്സ്. അപ്പോൾ ഇന്നത്തെ വർക്ക്ഷീറ്റുകളൊക്കെ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവരും വർക്ക്ഷീറ്റൊക്കെ ടീച്ചർക്ക് അയച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ അടുത്തൊരു ദിവസം നല്ലൊരു വീഡിയോ ആയി കാണുന്നതുവരേക്കും ബൈ ബൈ, സീ യു.